ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 49. മാധേ വേദാമാച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേദം വ്യപേതഭീപ്രീതമാനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. വിവർത്തനം. എൻ്റെ ഈ ബീഭത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എൻ്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ പ്രഥമ അധ്യായത്തിൽ തൻ്റെ ആരാധ്യരായ മുത്തച്ഛനെയും ഗുരുവിനെയും ഭീഷ്മരും ദ്രോണരും കൊല്ലേണ്ടി വരുമെന്നതിനെ പറ്റിയായിരുന്നു അർജുനന് ഖേദം. പിതാമഹനെ ഹിംസിക്കുന്ന കാര്യത്തിൽ ഭയക്കേണ്ടതില്ലെന്നും ദുര്യോധനാദികൾ കുരുസദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഭീഷ്മരും ദ്രോണരും നിശബ്ദരായിരുന്നത് കൊണ്ട് തന്നെ സ്വകർത്തവ്യം നിറവേറ്റാതിരുന്ന ആ ഗുരുജനങ്ങൾ വധ്യരാണെന്നും കൃഷ്ണൻ പറഞ്ഞു. നീതിക്ക് നിരക്കാത്ത കർമ്മം ചെയ്തതിനാൽ അവരെല്ലാം മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ തൻ്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തതും. ഭക്തന്മാർ എപ്പോഴും സമാധാനപ്രിയരായിരിക്കും. അവർക്ക് ഭീകരകർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വിശ്വരൂപം കാണിച്ചത്. ആ ഉദ്ദേശ്യവും വെളിവാക്കി കഴിഞ്ഞു. അർജുനൻ പിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട ചതുർഭുജ രൂപവും കൃഷ്ണൻ കൈക്കൊള്ളുന്നു. ഒരു ഭക്തന് വിശ്വരൂപ ദർശനത്തിൽ താല്പര്യമില്ല. അത് ഒരാളിൽ പ്രേമഭാവനകൾ കൈമാറുവാൻ സഹായകമല്ല. ഭക്തന് വേണ്ടത് തൻ്റെ ആരാധനാഭരിതങ്ങളായ വികാരങ്ങളെ ഭഗവാന് നിവേദിക്കലോ പ്രേമപൂർവം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തക്കവണ്ണം ദ്വിഭുജമായ ശ്രീകൃഷ്ണരൂപം ദർശിക്കലോ ആണ്. ശ്ലോകം 50. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്ഥദോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യവപുർമഹാത്മാ. വിവർത്തനം. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തൻ്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോടുകൂടിയ തൻ്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. ഭാവാർത്ഥം. കൃഷ്ണൻ ദേവകി വസുദേവന്മാരുടെ പുത്രനായി ആദ്യം അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചതുർഭുജനായ നാരായണ രൂപത്തിലത്രേ. പിന്നെ മാതാപിതാക്കളുടെ അപേക്ഷയനുസരിച്ച് ഒരു സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം കൈക്കൊണ്ടു. അർജുനനും തന്നെ ചതുർഭുജ ആകൃതിയിൽ കാണുന്നതിലല്ല സവിശേഷ താല്പര്യമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. എങ്കിലും അപേക്ഷിച്ച നിലയ്ക്ക് അതും കാട്ടിക്കൊടുത്ത് പഴയ സുഹൃത്തെന്ന നിലയിലുള്ള ദ്വിഭുജാകൃതി തന്നെ സ്വീകരിക്കുകയാണുണ്ടായത്. സൗമ്യ വപു എന്ന പദം വളരെ അർത്ഥവത്താണ്. ഏറ്റവും സുന്ദരമായ ശരീരമത്രേ സൗമ്യ വപുസ്. കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും കൃഷ്ണന്റെ ശരീര സൗകുമാര്യത്തിൽ ആകൃഷ്ടരായി. ലോകനിയന്താവായ അദ്ദേഹം ഭക്തനായ അർജുനന്റെ ഭയം ശമിപ്പിച്ച് വീണ്ടും തൻ്റെ അത്യന്ത സുന്ദരമായ കൃഷ്ണരൂപം കാട്ടിക്കൊടുത്തു. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന എന്ന് ബ്രഹ്മസംഹിത 5:38 പാടുന്നു. പ്രേമത്തിൻ്റെ അഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് മാത്രമേ സുന്ദരമായ ശ്രീകൃഷ്ണരൂപം കാണാൻ കഴിയൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.